ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് പൊറ്റയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക്, അതായത് തിരുമല മങ്കാട്ടടവ് പൊറ്റയിലാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു 500 മീറ്റർ, പൊറ്റ ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ട് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു വീട് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ പൊറ്റ ജംഗ്ഷനിൽ നിന്ന് 500 മീറ്ററാണ്. നമുക്ക് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിയിലെ ആക്സസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്ലേസിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഈ ഒരു വീട് 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് 3 BHK ആണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും, പിന്നെ നമുക്ക് മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് 2-3 ബെഡ്റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പുറത്തുനിന്നേ നോക്കുമ്പോഴത്തേക്ക് നല്ല എക്സ്റ്റീരിയർ ലുക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വീടാണ്. കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് ഇതിന് ചുറ്റുമായിട്ടൊക്കെ തന്നെ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയയാണ്. ഫുള്ള് വീടുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുറമേ നോക്കുമ്പോഴത്തേക്ക് നല്ല സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നന്നായി ലുക്കിൽ നമുക്ക് ഈ ഒരു വീട് ചെയ്തിട്ടുണ്ട്. നൈറ്റൊക്കെ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. നമ്മളപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡോർ തുറന്ന് നമുക്ക് അതിൻ്റെ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഏരിയ നമുക്ക് ഈ കാണുന്ന പോലെയാണ് നമുക്ക് ഫ്രണ്ട് ഏരിയ വരെ. നമുക്കിവിടെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. സുഖമായിട്ട് നമുക്കൊരു 2 കാർ വരെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ആയിട്ട് ഒരു കാർ പോച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് മുകളിൽ ഇവിടെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വീട് 4 സെൻറ്റിലാണ് 1700 സ്ക്വയർ ഫീറ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഗാർഡനും ഈ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലല്ല ഇതേപോലെ നല്ല സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് കാണാം. നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. നമുക്ക് 6x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്കപ്പോൾ ഈ സൈഡ് തൂണിലൊക്കെ ഗ്ലാഡിങ് സ്റ്റോണും സൈഡിലായിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ നമുക്ക് വാൾട്ടയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നതാണ് മെയിൻ ഫ്രണ്ട് ഡോർ. നമുക്കപ്പോൾ ഇതൊരു ഡബിൾ ഡോറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡോറ് നമുക്ക് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ വുഡ് വരുന്നത് പ്ലാവിലാണ്. അപ്പോൾ ഡബിൾ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വുഡിൻ്റെ ഫിനിഷിങ് നമുക്ക് താഴെയും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 16x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് നല്ല സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ വരുന്ന ഈ ഒരു രീതിക്കാണ് നമുക്ക് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് അജാരയുടെ വെർട്ടിഫൈൽ ടൈലാണ് നമുക്ക് തറയിൽ ഫുൾ ഇട്ടിട്ടുള്ളത്. നമുക്കപ്പോൾ ഈ ഒരു ടൈൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ ഇതിൻ്റെ DB വരുന്നത്. അപ്പോൾ 3 ഫേസ് കണക്ഷനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ നോക്കാം. നമുക്കപ്പോൾ ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 14x12 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റൊക്കെ നമുക്ക് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് 14x12 നമുക്ക് ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാഷ് ബേസിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മിറർ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമലിൽ നമുക്ക് വാളാർട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് ചെറിയൊരു കബോർഡൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് സ്റ്റെപ്പ് കയറുന്ന ഈ ഒരു സൈഡിലും കബോർഡ്സുകൾ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ഇൻവെർട്ടറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ വീടിൻ്റെ. അത് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു അപ്പം നമ്മൾ കയറി വരുന്നത് നമുക്ക് ലിവിങ് ഏരിയ അവിടെയാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്.
ഡൈനിങ് ഏരിയയുടെ സൈഡിൽ കൂടെയാണ് നമുക്ക് സ്റ്റെയർ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ പോകുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കൂടെ കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഓപ്പൺ കിച്ചനാണ് നമുക്കിവിടെ വരുന്നത്. ഫ്രണ്ടിലൊക്കെ നമുക്ക് നന്നായിട്ട് അവർ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ, നല്ല ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാൾ ആർട്ട് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഒരു കിച്ചണിൻ്റെ ഒരു ഭാവം. നമുക്ക് മുകളിലൊക്കെ നമുക്ക് ഈ ഒരു ജിപ്സം ബോർഡ് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചണിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഫുൾ നമുക്ക് ധാരാളം കബോർഡ്സുകളെല്ലാം നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ടെയിലും നമുക്ക് ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ടെയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കബോർഡ്സ് എല്ലാം ബോർഡ് വർക്കാണ് വരുന്നത്. അതിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിലൊരു വുഡ് ഫിനിഷിങ്ങിൻ്റെയും താഴെ ഒരു നമുക്ക് പ്രീമിയം ഒരു ലുക്ക് കിട്ടുന്ന ഒരു ടൈപ്പാണ് നമുക്കിവിടെ 2 ടൈപ്പിൽ നമുക്ക് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബോർഡ് വർക്കായിട്ട് നമുക്കിവിടെ കബോർഡ്സുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് ബേസിൻ യൂണിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പവർ യൂണിറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഡൈനിങ് ഏരിയ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നനകല്ലും ഒരു പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമുക്ക് കിച്ചണിൽ നിന്ന് പുറമേ ഉള്ള ഒരു കാഴ്ച വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. മുകളിലാണ് ബാക്കി 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുന്നതിൻ്റെ സൈഡിലായിട്ടുണ്ടോ വാളിലൊക്കെ നല്ല ഡിസൈനായിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കാണാം. അപ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീഡിയോ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ അവസാനം പറയും, നിങ്ങളത് തീർച്ചയായിട്ടും നോക്കുക. കാരണം അപ്പോൾ അത്രയ്ക്ക് നല്ല റൂമൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് റൂം വരുന്നത് 14x12 ഡൈമെൻഷനിലുള്ള റൂമാണ്. നമുക്ക് സൈഡിൽ ചുമരിൽ നമുക്ക് ഈ ഒരു കളറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബും വരുന്നുണ്ട്. നമുക്ക് ഈ കാണുന്നതാണ് വാർഡ്രോബ് വരുന്നത്. നമുക്ക് ബോർഡ് വർക്ക് ചെയ്യാനാണ് ഇതും വരുന്നത്. ഒരു മിററും ബാക്കി ധാരാളം സ്പേസ് നമുക്ക് കബോർഡ്സൊക്കെ ഇവിടെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. നമ്മൾ ഈ മോളിൽ കാണുന്ന സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് നമ്മൾ സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലൊക്കെ നമുക്ക് കുറച്ച് ഡിസൈനിങ് വർക്കൊക്കെ നമുക്ക് ഡീറ്റെയിലൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് പ്രീമിയം ബ്രാൻഡിങ് തന്നെയാണ് നമുക്കിവിടെ ഫിറ്റിങ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഷവറും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മിററും ലൈറ്റ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. തറയെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നതിന് ടൈപ്പാണ്. നമുക്ക് കുറച്ച് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, നമുക്കപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. അപ്പോൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, നമ്മൾ ബെഡ്റൂം എല്ലാം കണ്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ നമ്മൾ കയറി പോകുന്ന ഹാൻഡിൽസ് ഫുള്ളും നമുക്ക് സ്റ്റീലിൽ വരുന്ന ഹാൻഡിൽസാണ് വരുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഈ ഒരു ഡിസൈനാണ് നമുക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് സൺലൈറ്റിൻ്റെ നമുക്ക് പ്രകാശം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പ് കയറിപ്പോകുന്ന ഭാഗത്ത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറിപ്പോകുന്നത്. നമ്മളപ്പം ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇട്ട് 16x16 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ലൊരു വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് ചെറിയൊരു കബോർഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ ഇവിടെ സീലിംഗ് വർക്ക് വരുന്നത് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാള് നമുക്ക് ഈ ഒരു വ്യൂവിലാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ കയറി വന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കയറി വരുന്നത്. കണ്ടോ, നമുക്ക് കയറി വന്നത് നമ്മൾ താഴെ നിന്ന് സ്റ്റെയർ ഇങ്ങനെ കയറിയിട്ട് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ സ്റ്റെയർ കയറി ഈ ഒരു ലിവിങ് ഏരിയയിലേക്ക് വന്നത്.
ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമാണ് നമുക്ക് ഇനി നോക്കേണ്ടതുള്ളത്. അപ്പോൾ ആ 2 ബെഡ്റൂമും കൂടെ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളും കാണാം. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. നമുക്ക് TV യൂണിറ്റ് ഇരിക്കുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. കണ്ടോ, ഇവിടെയും സീലിംഗ് വർക്ക്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നമുക്ക് സൈഡിൽ ചെന്നതിൽ നമുക്ക് 2 മൾട്ടി കളറാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ്സും ബോർഡ് വർക്ക് തന്നെയാണ്. നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഇവിടുത്തെ വാർഡ്രോബ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഇങ്ങനെയാണ് ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന PVC ഡോറ്. ഓക്കെ, നമുക്ക് അകത്തെ ഇറങ്ങുമ്പോൾ നമ്മൾ താഴെ കണ്ട അതേ ഫിറ്റിങ്സ് തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ വാളിലൊക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ താഴെ കണ്ടതിനേക്കാളും വേറൊരു വ്യത്യാസത്തിലുള്ള വേറൊരു ഡിസൈനിങ്ങിലുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ താഴെ കണ്ട അതേ ഫിറ്റിങ്സും ബാക്കി കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കൂടെ കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയും പെയിൻറ്റിങ് കണ്ടോ, 2 കളറാണ് നമുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്കിവിടെ വാർഡ്രോബ്സ് ഇല്ല, നമുക്ക് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ചും കൂടെ ചെറിയൊരു ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടെ ചിൽഡ്രൻസ് റൂമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു റൂം വരുന്നത്. നമുക്കിവിടെ ഒരു മിററും ബാക്കിയെല്ലാം ഫിറ്റിങ്സ് എല്ലാം നമ്മൾ നോർമലി കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ സ്പേസ് നമുക്ക് ബാക്കിയുള്ള 2 റൂമിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ടൈലും നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ്. ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 2 ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയ കണ്ടു. ഇനി നമുക്ക് കാണേണ്ട ഇവിടുത്തെ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്താണ് ബാൽക്കണി വരുന്നത്. 10x8 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്കിവിടെ മുകളിലായിട്ട് തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫുൾ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് നോക്കേണ്ടത്. നമുക്കിപ്പം ഈ ഒരു വീടിന് വരുന്നത് 67 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസായിട്ട് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീട് വയ്ക്കാനും അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റിലുള്ളതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ഉള്ളതാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നമ്മുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളിത് ലോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി.